ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ സ്പ്ലെൻഡറാണ് വണ്ടി. അതിനെ എഞ്ചിൻ ഓയിൽ മാറ്റാം. അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് ടൈറ്റ് കാണിക്കുന്നുണ്ട്. അത് ബ്രേക്ക് കേബിളിൻ്റെയാണ്. 2 ബ്രേക്ക് കേബിൾ കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യുക. പിന്നെ ന്യൂട്രലായിട്ട് ഇടയ്ക്ക് ഓഫായി പോകുന്ന കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും ഇഗ്നീഷ്യൻ സ്വിച്ചിൻ്റെയാണ്. സ്വിച്ച് കംപ്ലൈൻ്റ് ആയിട്ടാണ്. അപ്പോൾ നമ്മളത് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ കോൺടാക്റ്റൊക്കെ നല്ല രീതിയിൽ ക്ലാവ് പിടിച്ചിട്ടാണ്. ഇവിടെ കറക്റ്റായിട്ട് കോൺടാക്റ്റ് ആവുന്നില്ല. അതാണ് എൻ്റെ കംപ്ലൈൻറ്റ് കേട്ടോ. നിലവിൽ നമ്മൾ ഇഗ്നീഷ്യൻ സ്വിച്ച് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബ്രേക്ക് അഴിച്ച് ക്യാമൊക്കെ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ഈ ഫ്രണ്ടിൽ വരുന്ന 2 കേബിളുകൾ മാറ്റുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം കോമ്പി ബ്രേക്കിൻ്റെ കേബിളാണ്. അത് ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിലേക്ക് ഒരു കണക്ഷൻ വരുന്നുണ്ട്. അതാണ് ഒരു കേബിൾ. ഒരെണ്ണം ഫ്രണ്ട് ബ്രേക്കിൻ്റെ തന്നെ കേബിൾ. അപ്പോൾ അത് നമുക്ക് ആ 2 കേബിളുകൾ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ഓയിൽ ബോൾട്ട് വാഷ് ഓറിയൻ്റർ അടക്കം നമുക്ക് മാറ്റി റീസെറ്റ് ആകുന്നുണ്ട്. വേറെ നമുക്ക് ജനറലായിട്ട് സർവീസോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് വേറെ അങ്ങനെ കംപ്ലയിൻസ് ആയിട്ട് ഓടിച്ച് നോക്കിയിട്ട് വേറെ അങ്ങനെ കംപ്ലയിൻസ് തോന്നുന്നില്ല. ചെയിനൊക്കെ ചെറിയ ലൂസ് ഇട്ടാന്ന് ടൈറ്റ് ചെയ്തിടാം. പിന്നെ ഈ ആക്സിലേറ്റർ കേബിളും ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കൈയോടെ കൂട്ടത്തിക്കൂടെ മാറ്റിയിട്ടേക്കാം കേട്ടോ. പിന്നെ അതിന് വേണ്ടിയിട്ടല്ലേ ഇവർ രണ്ടാമത് നിങ്ങൾ വരുന്നതായിട്ട്. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിടാം. വർക്ക് കംപ്ലീറ്റ് ആയി നമ്മൾ കോൺടാക്ട് ചെയ്തോളാം കേട്ടോ.